ചവിട്ടി കൂട്ടി തന്നെ. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി ഭർത്താവിൽ നിന്ന് നേരിട്ടത് അതിക്രൂര പീഡനം. മരിക്കുന്നതിന് മുൻപ് അതുല്യ സഹോദരിക്ക് അയച്ച ശബ്ദ സന്ദേശം പുറത്ത്. സഹിക്കാൻ പറ്റുന്നില്ലെന്നും ധൈര്യമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യാനാകുന്നില്ലെന്നും അതുല്യ. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് അതുല്യയുടെ മാതാപിതാക്കൾ. ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി. കേസെടുത്തത് ചവറ തെക്കുംഭാഗം പോലീസ്. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മലയാളി. ഭൂമി തട്ടിയെടുക്കാൻ തന്റെ പിതാവ് ജോയിയെ ആരോ കൊലപ്പെടുത്തിയെന്ന് മകൻ അനീഷ്. KJ ജോയിയെ കൊലപ്പെടുത്തിയത് 2018. തട്ടിയെടുത്ത ഭൂമിക്ക് മതിപ്പ് വില 20 കോടിയിലേറെ. ഭീഷണിയെ തുടർന്ന് പലായനം ചെയ്തെന്ന് കുടുംബം. തിരുവനന്തപുരം നെടുമങ്ങാട് 19കാരൻ വൈദ്യുതാഘാതമേറ്റു മരിച്ചു. മരിച്ചത് പനയമുട്ടം സ്വദേശി അക്ഷയ്. ഷോക്കേറ്റത് റോഡിൽ പൊട്ടിക്കിടന്ന വൈദ്യുത കമ്പിയിൽ നിന്ന്. അപകടം പുലർച്ചെ 2 മണിക്ക് കാറ്ററിംഗ് കഴിഞ്ഞു മടങ്ങവേ. രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും വൈദ്യുതി ലൈൻ ഓഫായിരുന്നില്ല. അക്ഷയുടെ മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രി. തുടരുന്ന തർക്കങ്ങൾക്കിടെ ഗവർണർ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. കൂടിക്കാഴ്ച വൈകിട്ട് 3:30 രാജ്ഭവനിൽ. കേരള സർവകലാശാല പ്രതിസന്ധിയും ഭാരതാംബ ചിത്ര വിവാദവും ചർച്ച ചെയ്തേക്കും. കൂടിക്കാഴ്ചയോടെ സർക്കാർ ഗവർണർ പോര് സമവായത്തിലെത്തുമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്.